RDX അടുത്ത വിഷയത്തിലേക്ക്. മധുരയിൽ നടക്കുന്ന CPIM-ന്റെ 24-ാം പാർട്ടി കോൺഗ്രസിൽ ഇന്ന് കരട് രാഷ്ട്രീയ പ്രമേയവും രാഷ്ട്രീയ അവലോകന റിപ്പോർട്ടും അവതരിപ്പിച്ചു. രാഷ്ട്രീയ പ്രമേയത്തിൽ 3424 ഭേദഗതികളും 84 നിർദ്ദേശങ്ങളും ഉണ്ടായി. കേരളത്തിൽ മാത്രം ഭരണത്തിലുള്ള 4 ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ മാത്രം അത്യാവശ്യം ജനകീയ അടിത്തറയുള്ള ആ പാർട്ടിയുടെ നയരൂപീകരണ പ്രക്രിയയാണ് പാർട്ടി കോൺഗ്രസ്. അവിടെ ഈ വിധം ഇനം തിരിച്ച് സാമൂഹിക രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളെ അപഗ്രഥിച്ച് ചിട്ടയായി ചർച്ചകൾ നടക്കുന്നതും അതിന്മേൽ വന്ന ആയിരക്കണക്കിന് ഭേദഗതികളും നിർദ്ദേശങ്ങളും ചർച്ച ചെയ്യുന്നതുമെല്ലാം അത്ഭുതകരമായ ഒരു പ്രക്രിയ തന്നെയാണ്. പ്രത്യേകിച്ചും അടിമുടി അരാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ കാലത്ത്. പക്ഷേ ഈ ശാസ്ത്രീയ പ്രവർത്തന പദ്ധതിയെല്ലാം ആ പാർട്ടിയുടെ വളർച്ചയെ എത്രത്തോളം സഹായിക്കുന്നു എന്നത് വേറെ ചോദ്യം. പാർട്ടി കോൺഗ്രസിൽ ഇന്ന് നടന്നത് എന്തെന്ന് കാണാം 59 സെക്കൻഡിൽ. ശേഷം പ്രായപരിധി നിർബന്ധ ബുദ്ധിയോടെ CPIM ഇക്കുറി നടപ്പാക്കുമോ എന്ന് RDX പരിശോധിക്കുകയും ചെയ്യുന്നു. കരട് രാഷ്ട്രീയ പ്രമേയത്തിന്മേലുള്ള ചർച്ച പാർട്ടി കോൺഗ്രസിൽ തുടരുകയാണ്. 75 വയസ്സായി പ്രായപരിധി നിജപ്പെടുത്തിയതിനെതിരെ രൂക്ഷ വിമർശനമാണ് ചില സംസ്ഥാന ഘടകങ്ങൾ ഉയർത്തിയത്. കേരള ഘടകത്തിലെ ചില അംഗങ്ങളും പ്രായപരിധി നിബന്ധന കർശനമാക്കുന്നതിനെ എതിർത്തു. ഇന്ന് ഫെഡറലിസവുമായി ബന്ധപ്പെട്ട സെമിനാറിൽ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ എത്തി. സമ്മേളന നഗരിയിൽ സീതാറാം യെച്ചൂരിയുടെ പേര് കണ്ടപ്പോൾ നെഞ്ച് പിടഞ്ഞുവെന്ന് സ്റ്റാലിൻ പറഞ്ഞത് ഇന്ന് പാർട്ടി കോൺഗ്രസിലെ വേദിയിലെ ആർദ്രമായ നിമിഷമായി. ഏർപ്പാട് ചെയ്യപ്പെട്ടിരുന്ന മൈതാനം മഴயின் காரணமாக இந்த அரங்கத்தில் நடைபெற்றுக் கொண்டிருக்கிறது. ஆனால் மாநாட்டினுடைய நினைவாக தோழர் சீதாராம் யெச்சூரியுடைய பெயரை சூட்டியிருக்கிறது பார்த்தப்போ என் நெஞ்சம் கிணத்தது. കർണാടക വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ MC സുധാകറും വേദിയിലുണ്ടായിരുന്നു. കേന്ദ്രത്തിന്റെ ഫാഷിസ്റ്റ് നിലപാടിനെ ഒന്നിച്ച് ചോദ്യം ചെയ്യണമെന്ന് സ്റ്റാലിൻ പറഞ്ഞു. പ്രധാനമായും 4 സംസ്ഥാനങ്ങളിൽ മാത്രം ജനകീയ അടിത്തറ ശേഷിക്കുന്നു എന്നതടക്കമുള്ള സ്വയം വിമർശനങ്ങളിൽ മേൽ പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ച നാളെ നടക്കും. RDX ന്യൂസ് മലയാളം. പക്ഷേ ഈ സ്വയം വിമർശനം എന്ന വാക്ക് ഏറ്റവും അധികം പ്രയോഗിക്കേണ്ടി വരിക, ആവർത്തിച്ച് മാധ്യമങ്ങളിൽ വരിക ഒക്കെ ഈ CPIM-ന്റെ സമ്മേളന കാലയളവിലാണ് എന്ന് തോന്നുന്നു, അല്ലേ? നമുക്ക് വിശദമായി പരിശോധിക്കാം. പാർട്ടിയിൽ കൊഴിഞ്ഞുപോക്ക് എന്നത് പാർട്ടി തന്നെ വിലയിരുത്തുന്ന, പാർട്ടി തന്നെ തുറന്നു പറയുന്ന ഒരു വിഷയമായി വന്നിരിക്കുന്നു. പാർട്ടി അംഗത്വത്തിലെ കൊഴിഞ്ഞുപോക്ക് ഗുരുതരമാണ് എന്നാണ് പാർട്ടി വിലയിരുത്തുന്നത്. കേരളത്തിൽ കൊഴിഞ്ഞുപോകുന്നത് പൂർണ്ണ അംഗത്വം ലഭിക്കുന്നതിന് മുൻപ് ആണ് എന്ന പ്രത്യേകത കൂടിയുണ്ട്. 2024 കാൻഡിഡേറ്റ് മെമ്പർമാരിൽ 22.8% കൊഴിഞ്ഞുപോയി. ഏറ്റവും കൂടുതൽ കൊഴിഞ്ഞുപോക്ക് തെലങ്കാനയിലാണ്. 7 സംസ്ഥാനങ്ങളിൽ കൊഴിഞ്ഞുപോക്ക് നിരക്ക് 6%. തമിഴ്നാട്ടിൽ കൊഴിഞ്ഞുപോയത് 10%. തമിഴ്നാട് വളർച്ച രേഖപ്പെടുന്ന സംസ്ഥാനമാണ്, പക്ഷേ അവിടെ 10% കൊഴിഞ്ഞു പോയിട്ടുണ്ട്. ഈ ക്ഷണിതാക്കൾ ഇനിമേൽ കമ്മിറ്റികളിൽ അധികമാകരുത് എന്നുള്ള ആലോചനയുണ്ടായിട്ടുണ്ട്. സംസ്ഥാന കമ്മിറ്റികളിൽ പ്രത്യേക ക്ഷണിതാക്കളുടെ എണ്ണം കൂടരുത്. ചില സംസ്ഥാനങ്ങളിൽ അനുവദനീയമായതിലും കൂടുതൽ ക്ഷണിതാക്കളുണ്ട് എന്നുള്ള കണ്ടെത്തൽ കൂടിയുണ്ട്. വലിയ സംസ്ഥാന കമ്മിറ്റികളിൽ 5ഉം ചെറിയ സംസ്ഥാന കമ്മിറ്റികളിൽ 3ഉം ക്ഷണിതാക്കൾ മതി എന്ന തീരുമാനത്തിലേക്ക് പാർട്ടി കോൺഗ്രസ് എത്തിച്ചേരാനാണ് സാധ്യത. ക്ഷണിതാക്കളാക്കേണ്ടത് മികച്ച പാർട്ടി നേതൃത്വ ചരിത്രമുള്ളവരെ മാത്രമാണ് എന്നതും കൃത്യമായ ഒരു നിബന്ധനയാണ്. പ്രായപരിധി നീക്കണമെന്നുള്ള ആവശ്യം ഉയർന്നിട്ടുണ്ട്. 75 വയസ്സ് എന്ന പ്രായപരിധിക്കെതിരെ ചില സംസ്ഥാന ഘടകങ്ങൾക്ക് എതിർപ്പുണ്ട്. കേരള ഘടകത്തിൻ്റെ ഗ്രൂപ്പ് ചർച്ചയിലും പ്രായപരിധിക്കെതിരെ വിമർശനമുണ്ടായിട്ടുണ്ട്. നേതൃത്വം ഒന്നടങ്കം ഒഴിഞ്ഞു പോകുന്നത് പാർട്ടിക്ക് ഗുണം ചെയ്യില്ല എന്ന വിലയിരുത്തലാണ് ആ ചർച്ചകളിൽ ഉണ്ടായിട്ടുള്ളത്. കമ്മിറ്റികളിൽ തുടരുന്നതിന് പ്രായം മാത്രമാകരുത് മാനദണ്ഡം എന്നുകൂടി ഈ ചർച്ചയിൽ ഉയർന്നിട്ടുണ്ട്. അവഗണന വേണ്ട, പ്രായപരിധിയിൽ ഒഴിവാകുന്നവരോട് എന്ന വിലയിരുത്തൽ കൂടിയുണ്ട്. ആ നിർദ്ദേശം കൂടി ചർച്ചകളിൽ ഉയർന്നു വരുന്നുണ്ട്. ഒഴിവാകുന്നവർക്ക് പാർട്ടി ഘടകങ്ങൾ നിശ്ചയിച്ച് നൽകാതെ ഇരിക്കരുത് എന്ന ചർച്ച കൂടി ഉയർന്നു വന്നിട്ടുണ്ട്. വനിതകൾ കുറവാണ് എന്ന വിലയിരുത്തലുണ്ട്. സംസ്ഥാന സമിതികളിൽ വനിതാ പ്രാതിനിധ്യം കുറവാണ്. വനിതകളെ നേതൃനിരയിലേക്ക് കൊണ്ടുവരുന്നതിൽ പാർട്ടിക്ക് പോരായ്മയുണ്ടായിട്ടുണ്ട്. വനിതകൾക്ക് പാർട്ടി പ്രോത്സാഹനം നൽകുന്നില്ല. അംഗത്വത്തിൽ 25% വനിതകൾ എന്ന കൊൽക്കത്ത പ്ലീനം നിർദ്ദേശം നടപ്പാക്കിയിട്ടില്ല. 81 അംഗ കേന്ദ്ര കമ്മിറ്റിയിൽ 12 വനിതകൾ മാത്രമാണ് ഉള്ളത് എന്നതും ഇത് വളരെ കുറവാണ് എന്നതും ആ പാർട്ടിയുടെ തന്നെ വിലയിരുത്തലാണ്. കേന്ദ്ര കമ്മിറ്റിക്ക് വിമർശനമുണ്ടായിട്ടുണ്ട്. പിണറായി സർക്കാരിൻ്റെ നേട്ടങ്ങൾ ഉത്തരേന്ത്യയിൽ എത്തിക്കാനാകുന്നില്ല എന്നത് ഒരു വിമർശനമാണ്. വിമർശനം ഉന്നയിച്ചത് ഉത്തർപ്രദേശിൽ നിന്നുള്ള പ്രതിനിധികളാണ്. കേരളത്തിന് പ്രശംസയും ഉണ്ട്. തുടർച്ചയായി ഭരണം നേടിയത് കേരളത്തിലെ പാർട്ടിയുടെ വിജയമാണ്. കേരള ഘടകത്തെ പ്രശംസിച്ചത് ജാർഖണ്ഡിൽ നിന്നുള്ള പ്രതിനിധികളാണ്. തെലങ്കാനയിൽ സഹകരണമില്ല എന്നതാണ് ഒരു ഉയർന്ന ഒരു പ്രശ്നം. തെലങ്കാനയിൽ ഇടത് പാർട്ടികളുടെ സഹകരണം, പരസ്പര സഹകരണം പോരാ എന്ന വിമർശനം ഉയർന്നിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് സമയത്ത് CPIയുടെ സഹകരണം ഒട്ടും ഉണ്ടാവുന്നില്ല. ഇടതു മുന്നണി രൂപീകരണ നീക്കം പൂർണ്ണ വിജയത്തിൽ എത്തിയിട്ടില്ല.
ഐക്യത്തിനായി CPIM CPI ജനറൽ സെക്രട്ടറിമാർ ഇടപെടണം എന്നത് തെലങ്കാനയിൽ നിന്നുള്ള ആവശ്യമാണ്. ഇടതുപക്ഷ ഐക്യം ശക്തിപ്പെടുത്തണം എന്നുള്ള ആവശ്യം, ദേശീയ തലത്തിൽ തന്നെ ശക്തിപ്പെടുത്തണമെന്നുള്ള ആവശ്യം കേരള ഘടകത്തിൻ്റെതാണ്. പൊതുചർച്ചയിൽ കേരള ഘടകത്തിൻ്റെ നിലപാട് ഉന്നയിച്ചത് M. അനിൽകുമാറാണ്. തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് വളർച്ചയുണ്ട് എന്ന വിലയിരുത്തലുണ്ടായിട്ടുണ്ട്. ബംഗാളിൽ മുസ്ലിം തീവ്രവാദ പ്രസ്ഥാനങ്ങൾ ശക്തി പ്രാപിക്കുന്നു. പ്രദേശത്തെക്കുറിച്ചുള്ള വിലയിരുത്തലാണ്, പാർട്ടിയെക്കുറിച്ചുള്ളതല്ല. BJPയുടെ വളർച്ച ന്യൂനപക്ഷ തീവ്രവാദ സംഘടനകൾക്ക് ഗുണകരമാകുന്നു എന്ന വിലയിരുത്തലും ഇന്നത്തെ ചർച്ചകളിൽ ഉയർന്നിട്ടുണ്ട്. മമതാ ബാനർജി ഏകാധിപതിയായി അടക്കി ഭരിക്കുന്ന സ്ഥിതി എവിടെയുണ്ട്? ദൈനംദിന പാർട്ടി പ്രവർത്തനം ദുഷ്കരമാണ് എന്നും ബംഗാൾ ഘടകം പറഞ്ഞിട്ടുണ്ട്. സനീഷ്, ഞാൻ നേരത്തെ പറഞ്ഞു വന്ന പോലെ ഈ സ്വയം വിമർശനം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ സംഭവിക്കുകയാണ്. അവരെക്കുറിച്ച് തന്നെ വിമർശിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്ന വിഷയങ്ങൾ. പക്ഷേ അതിന് ഒരു പ്രശ്നം, ഈ കണ്ണൂർ കോൺഗ്രസിലുമൊക്കെ ഇതിന് തൊട്ട് മുമ്പ് നടന്ന പാർട്ടി കോൺഗ്രസിലുമൊക്കെ ഈ വിലയിരുത്തലൊക്കെ ഉണ്ടായിട്ടുള്ളതാണ്. പക്ഷേ അവിടെ നിന്ന് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് പാർട്ടി എത്തിച്ചേർന്നിട്ടുമുണ്ട് എന്നതും യാഥാർത്ഥ്യമാണെന്ന് തോന്നുന്നു, അല്ലേ? അതെ, അങ്ങനെ തന്നെ കാണണം. അതായത് ഒന്ന് CPIMനെ സംബന്ധിച്ചിടത്തോളം ഹർഷ, ഒരു കേരള പാർട്ടി എന്ന നിലക്ക് നോക്കിയാൽ ഇത് വലിയ അടിപൊളിയായുള്ളൊരു പാർട്ടിയാണ്. കാരണം കേരളത്തിൽ നല്ല ഭരണമുണ്ട്, രാഷ്ട്രീയം പറയാനുള്ള രാഷ്ട്രീയമുണ്ട്, പറയാനുള്ള ചെറുപ്പക്കാരായുള്ള നേതാക്കളടക്കമുണ്ട്, ചെറുപ്പക്കാരുടെയും മറ്റുമൊക്കെ സംഘടനകളൊക്കെ ഉണ്ട്. അപ്പോൾ കേരള പാർട്ടി എന്ന് നോക്കിയാൽ CPIM അടിപൊളി പാർട്ടിയാണ്. എല്ലാം നടക്കുന്നു, കൃത്യമായിട്ട് സമ്മേളനം നടത്തുന്നു, അതുപോലൊരു പാർട്ടി മറ്റൊന്നില്ല. പക്ഷേ ഒരു ദേശീയ പാർട്ടി എന്ന് നോക്കിയാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് എന്ന് പ്രത്യേകമായിട്ട് പറയേണ്ടതില്ല. ഇപ്പോൾ DYFIയുടെ അംഗത്വത്തെ പറ്റിയിട്ട് ഞാനിന്ന് പത്രത്തിലൂടെ വായിച്ചൊരു കാര്യം, അതിൻ്റെ അകത്ത് 94% അംഗങ്ങളും ഈ 4 സംസ്ഥാനങ്ങളിൽ നിന്നാണ്. കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, അങ്ങനെ 4 തെക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഈ 96% DYFI അംഗങ്ങളുള്ളത്. മറ്റു പല സംസ്ഥാനങ്ങളിലും ഈ സംഘടന, DYFI എന്ന സംഘടന ഇല്ലതാനും. അപ്പോൾ അങ്ങനെയുള്ള ഒരു പാർട്ടിയാണ് ഇപ്പോൾ ഈ സമ്മേളനം നടത്തുന്നത്. അപ്പോൾ അവർ ഗൗരവത്തോടു കൂടി തന്നെ കാര്യങ്ങൾ ആലോചിക്കണം. അവരുടെ രാഷ്ട്രീയം വിജയിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അവരുടെ രാഷ്ട്രീയമാണ് അവരുടെ രാഷ്ട്രീയം കൂടെ ചേർന്നാണ് കഴിഞ്ഞ തവണ ഇന്ത്യ സഖ്യത്തിന് വലിയ മുന്നേറ്റം ഉണ്ടായിക്കൊടുത്തത്. BJP രാഷ്ട്രീയത്തെ ഒരു മുന്നണി സർക്കാരിനെ രൂപീകരിക്കേണ്ട തരത്തിലേക്ക് അവരെ താഴേക്ക് 63 സീറ്റോ മറ്റോ BJP NDA സഖ്യത്തിൻ്റെ താഴേക്ക് പോയല്ലോ. ആ സീറ്റിൻ്റെ താഴ്ചയുണ്ടാക്കിയത് CPIMൻ്റെ കൂടെ രാഷ്ട്രീയമാണ്. അതിൽ യാതൊരു സംശയമില്ല, അത് അവർ കൂടെ സമ്മതിക്കുന്ന കാര്യമാണ്. പ്രധാനമന്ത്രി അടക്കം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ആണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് എന്നുള്ള തരത്തിൽ പ്രസംഗിക്കുകയൊക്കെ ചെയ്ത. പക്ഷേ അവർക്ക് രാഷ്ട്രീയമായിട്ട് അവരുടെ വിജയം ഉണ്ടാകുന്നത് പക്ഷേ അവരുടെ സംഘടനയ്ക്കല്ല. അവർ വല്ലാതെ ക്ഷീണിച്ച് താഴേക്ക് പോവുകയാണ്. ഇത് പക്ഷേ കുറ്റം പറയാനൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ ലോകത്തെമ്പാടും തന്നെ ഈ റൈറ്റ് വിങ് സംഗതികൾ അല്ലെങ്കിൽ ലെഫ്റ്റ് വിങ് ആയിട്ടുള്ള ഇത് ക്ഷീണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരും. വലതുപക്ഷം ഇങ്ങനെ ലോകത്ത് ശക്തിപ്പെട്ട് ഇങ്ങനെ വന്ന് കറങ്ങി വീണ്ടും ഇടതുപക്ഷത്തിലേക്ക് വരികയും അങ്ങനെ ഒരു റൊട്ടേഷനാണ് ലോക രാഷ്ട്രീയത്തിൽ നമ്മൾ എപ്പോഴും കാണുന്നത്. അതുകൊണ്ട് മോശം കാലമാണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് ആകെ ഇപ്പോൾ ഉള്ളത്. CPIMന് സ്വാഭാവികമായിട്ടും ഇങ്ങനെയായിരിക്കും. എന്ന് മാത്രമല്ല, രാജ്യത്ത് ഈ പറയുന്ന മതാടിസ്ഥാനത്തിലുള്ള രാഷ്ട്രീയം, നമ്മളത് കഴിഞ്ഞ ദിവസം സംസാരിച്ചാണ്, മതാടിസ്ഥാനത്തിലുള്ള രാഷ്ട്രീയം ശക്തിപ്പെട്ട് നിൽക്കുന്നൊരു കാലത്ത് ഇത് വളരെ പെട്ടെന്ന് എളുപ്പത്തിൽ മനസ്സിലാവും. ഇപ്പം നമ്മൾ ജനിച്ചൊരു കുട്ടി 3ാമത്തെ വയസ്സിലോ 4ാമത്തെ വയസ്സിലോ മൂപ്പർക്ക് ദൈവത്തെ മനസ്സിലാകും. ദൈവം എന്ന് പറയുന്നൊരു സംഗതിയോ അതിനോട് ചേർന്നുള്ള കാര്യങ്ങളെല്ലാം വളരെ എളുപ്പത്തിൽ അയാൾക്ക് മനസ്സിലാകും. ഒരു കുട്ടി ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അതിനപ്പുറത്തുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് എളുപ്പത്തിൽ മനസ്സിലാകും. അപ്പോൾ എളുപ്പത്തിൽ മനസ്സിലാകുന്ന വളരെ ചെറുപ്പം മുതൽ ഉള്ളിലേക്ക് കിട്ടുന്ന കാര്യങ്ങളെ കേന്ദ്രമാക്കിയുള്ള രാഷ്ട്രീയം അവർക്ക് കൊടുക്കാൻ എളുപ്പമാണ്. അപ്പോൾ BJPയുടെ വിജയമൊന്നും വലിയ അത്ഭുതകരമായിട്ടുള്ള കാര്യമല്ല. മതാധിഷ്ഠ രാഷ്ട്രീയം ആളുകൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകും. പക്ഷേ വളരെ വൈകിട്ട് മാത്രമേ ഈ പറയുന്ന ഒരു 10-20 വയസ്സൊക്കെ എത്തിയാൽ മാത്രമേ രാഷ്ട്രീയമായിട്ട് ചിന്തിച്ചിട്ട് മറ്റൊരു രാഷ്ട്രീയത്തിലേക്ക് ആളുകൾക്ക് മാറാൻ പറ്റും. അത് എളുപ്പമുള്ള കാര്യമല്ല. ഇപ്പോൾ പ്രത്യേകിച്ച് അത് മാത്രമല്ല, രാഷ്ട്രത്തിൻ്റെ കാര്യത്തിൽ ഒരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ രാജ്യം എന്ന് വെച്ചാൽ അസമത്വത്തിൻ്റെ രാജ്യമാണല്ലോ. ഉന്നത കുലജാതർ എന്ന് MP-മാർ പോലും പറയുന്ന കാലമാണ്. അപ്പോൾ ആ അസമത്വത്തിൻ്റെ സ്ഥലത്ത് നിങ്ങൾ എന്നിട്ട് സമത്വത്തിൻ്റെ കഥ പറഞ്ഞാൽ, സമത്വത്തിൻ്റെ രാഷ്ട്രീയം പറഞ്ഞാൽ അത് എളുപ്പത്തിൽ മനസ്സിലാകില്ല ആളുകൾക്ക്. ആ എളുപ്പത്തിൽ മനസ്സിലാകായ കൊണ്ടാണ് ഇവരിങ്ങനെ വീക്കായി പോകുന്നത്. അത് അവരുടെ രാഷ്ട്രീയത്തിൻ്റെ കുഴപ്പമില്ല. പക്ഷേ അവർ ചിലതൊക്കെ ചെയ്താൽ മാത്രമേ ഇതിനെ മറികടക്കാൻ അവർക്ക് പറ്റൂ. ചുമ്മാ ഇരുന്ന് നടക്കില്ല. റൈറ്റ്. അതോടൊപ്പം എനിക്ക് തോന്നിയ ഒരു കാര്യം, ഈ കൊഴിഞ്ഞുപോക്കിനെ കുറിച്ച് ഇവർ പറഞ്ഞല്ലോ. ആ കൊഴിഞ്ഞുപോക്ക് സ്വാഭാവികമായും ഈ സനീഷ് പറഞ്ഞ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെയായിരിക്കും CPIMൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ തന്നെ സംഭവിക്കുന്നത്. അതൊരു കാര്യം ചോദിക്കാനുള്ളത്, ഈ കാൻഡിഡേറ്റ് മെമ്പർഷിപ്പിലെ കൊഴിഞ്ഞുപോക്ക് സ്വാഭാവികമാണ്. അതിപ്പോഴാണ് ഇതിന്റെ ശതമാനക്കണക്കൊക്കെ വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കാൻഡിഡേറ്റ് മെമ്പർമാരാകുന്ന ഒരു ചരിത്രം ഒരു കാലത്തും CPIM ഇല്ലല്ലോ. അതുകൊണ്ട് കാൻഡിഡേറ്റ് മെമ്പർമാരുടെ കൊഴിഞ്ഞുപോക്കിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷേ അംഗങ്ങളാവുന്നവരുടെ എണ്ണത്തിലും കുറവ് വരുന്നു, അവരിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്കും ഉണ്ടാവുന്നു എന്നുള്ള വിലയിരുത്തൽ ഇതിനൊപ്പമുണ്ട്. അതിലെനിക്ക് തോന്നിയ ഒരു കാര്യം, ഈ ആഗോളീകൃത കാലത്ത് ജീവിക്കാൻ ഈ പ്രവർത്തകരെ പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. ക്വാളിറ്റിയുള്ള കേഡർമാരെ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ള ഒരു പ്രശ്നം ഇവർ പറഞ്ഞിട്ടുണ്ട്. അത് വാസ്തവമാണ്. ആ കാര്യത്തിൽ ഒരു ശ്രദ്ധ CPIMന് ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഈ പല സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെ ലഭ്യമാകുന്ന ഒരു കാലത്ത് അതിനെ ഉപേക്ഷിച്ച് ജീവിച്ചുകൊണ്ട് എന്തായാലും മുമ്പോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അത് മാത്രമല്ല, എനിക്ക് പരിചയമുള്ള പല ബ്രാഞ്ച് സെക്രട്ടറിമാരും ഉണ്ട്. അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഈ പിരിവൊഴിഞ്ഞിട്ടുള്ള നേരമില്ല. അല്ലെങ്കിൽ ആ നിലയ്ക്ക് എല്ലാ ദിവസവും പണി. അതായത്
അവനവൻ്റെ കാര്യം നോക്കാൻ പറ്റാത്ത വണ്ണമുള്ള സംഘടനാ പ്രവർത്തനത്തിലേക്ക് ഈ പ്രവർത്തകർ പോകേണ്ട സ്ഥിതിയുണ്ട്. അത് കുറെ കഴിയുമ്പോൾ ആളുകൾക്ക് മടുക്കുന്ന അവസ്ഥയുണ്ട്. കാരണം ലോകം അങ്ങനെയല്ല പോകുന്നത്. അതുകൊണ്ടല്ലേ എവിടെയെങ്കിലും നിൽക്കുന്നത്. അല്ല, നിൽക്കുന്നത് ശരിയാണ്. പക്ഷേ ആളുകൾക്ക് ഇത് അതല്ലാത്ത ഒരു സാഹചര്യം, ആളുകൾക്ക് അത് ബുദ്ധിമുട്ടാണ്. ആളുകൾക്ക് കുറെ കൂടി ഒന്ന് റിലാക്സ് ചെയ്യാനുള്ള എന്തെങ്കിലുമൊക്കെ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തിട്ട് അവരെ കൊണ്ട് ഈ സംഘടനാ പ്രവർത്തനം നടത്തിപ്പിച്ചാൽ വലിയ കുഴപ്പമില്ലാതെ പോകാൻ കഴിയും. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ, ഈ ആളുകളെ പ്രായമായ ആളുകളെ ഒറ്റയടിക്ക് മാറ്റി വിടരുത് എന്നുള്ള അഭിപ്രായം തന്നെയാണ് എനിക്ക്. കാരണം ഈ അത് ഒരു വിമർശനം തന്നെയാണ്. കാരണം ഇപ്പോൾ സാധാരണ പാർട്ടി സമ്മേളനങ്ങളിൽ നമ്മൾ കാണാറുള്ളത് ആവേശത്തോടെ മുദ്രാവാക്യം വിളിക്കുന്ന വലിയ നേതാക്കളുടെ ഒരു കൂട്ടത്തെയാണ് പ്രധാനപ്പെട്ട സമ്മേളനങ്ങളിലെല്ലാം. ഇപ്പോൾ ഇത്തവണ ഇവിടെ പാർട്ടി കോൺഗ്രസ്സിന് ഞാൻ നോക്കുകയാണ്, അപ്പോൾ പതാക ഉയർത്തുമ്പോൾ അവിടുത്തെ ഈ തമിഴ് പാർട്ടി പ്രവർത്തകർ ആവേശത്തോടെ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്, കൈ ഉയർത്തി. അപ്പോൾ അതിന് കൈ ഉയർത്തി മുദ്രാവാക്യം വിളിക്കുന്ന നേതാക്കന്മാർ എത്ര പേരുണ്ട് എന്ന് നമ്മൾ നോക്കിയാൽ 2 പേരെ ഞാൻ കണ്ടത്. പിണറായി വിജയൻ 1-2 തവണ കൈ ഉയർത്തി, പിന്നെ ബൃന്ദാക്കാരാട്ടും കൈ ഉയർത്തി. ബാക്കിയുള്ളവരെല്ലാം ഇങ്ങനെ ഇത് കണ്ട് ഇതൊരു കാഴ്ചയായി കണ്ടു നിൽക്കുന്ന ഒരവസ്ഥയുണ്ട്. ആ ആവേശം, ഇവരുടെ ആവേശമാണല്ലോ പ്രവർത്തകർ കൂടി ഉൾക്കൊള്ളേണ്ടത്. അത് ഒരു ബി.ജെ.പിയുടെ ഒക്കെ വേദികളിലെ അവരുടെ എനർജി ദൃശ്യം കേട്ടോ. അത് പക്ഷേ ഞാൻ ഈ പറഞ്ഞ കാര്യം ശ്രദ്ധിച്ചു. അത് അതെ തീർച്ചയായും. എന്തായാലും നമുക്ക് തൽക്കാലം ഇത് അവസാനിപ്പിക്കേണ്ടതുണ്ട്. നിരന്തരമായ മാറ്റത്തിന്റെ പ്രയോഗശാസ്ത്രമാണ് കമ്മ്യൂണിസം. മാറ്റമില്ലാത്തത് മാറ്റത്തിനേ ഉള്ളൂ എന്ന ദർശനമാണ് അതിന്റെ അടിത്തറ. പുതിയ കാലത്തിന്റെ പ്രതിസന്ധികളെ പുത്തൻ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ വിശകലനം ചെയ്യാനും ഉത്തരങ്ങളിലേക്ക് എത്താനും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വത്തിലേക്ക് യുവതലമുറ കടന്നു വരണം. പക്ഷേ കനൽ ചവിട്ടി വന്ന പഴയ തലമുറയുടെ തീക്ഷ്ണാനുഭവങ്ങളെ യാന്ത്രികമായ ഒരു പ്രായപരിധി കണക്കിൽ റദ്ദ് ചെയ്ത് കളയാവതല്ല. വി.എസ്. അച്യുതാനന്ദൻ 2006 കേരളത്തിൻ്റെ 11ാം മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വയസ്സ് 85 കേരളം കണ്ട ഏറ്റവും മികച്ച മുഖ്യമന്ത്രിമാരിൽ ഒരാളായി വി.എസ്. പിന്നെ മാറി. ഈ 75 വയസ്സ് നിബന്ധന അന്നേ നടപ്പാക്കിയിരുന്നെങ്കിൽ വി.എസിനെ പോലെ ഒരു മുഖ്യമന്ത്രിയെ കേരളത്തിന് കിട്ടുമായിരുന്നോ എന്ന് RDX ഈ സമയത്ത് ചിന്തിക്കുന്നുണ്ട്. അടുത്ത വിഷയത്തിലേക്ക് പോകാം ഒരു ഇടവേളയ്ക്ക് ശേഷം.